ഖൈബർ പത്വയ്ക്ക് പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യവും ടിടിപിയും തമ്മിൽ വൻ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ സൈനിക മേജർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേപോലെ തന്നെ 36-കാരനായ മേജർ ആദിൽ സമാനാണ് കൊല്ലപ്പെട്ടതായി തന്നെ പാക് സൈന്യം അറിയിച്ചിരിക്കുന്നത്. തിരിച്ചടിയിൽ 5 ടിടിപി അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി തന്നെ പാക് സൈന്യം പറഞ്ഞു. നിരന്തരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതോടുകൂടി തന്നെ സംഘർഷം ആ മേഖലകളിൽ വലിയ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. ഖൈബർ പത്വയ്ക്കയിലെ ഗൽച്ചർ ജില്ലാ ആസ്ഥാനമായ ഘറിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ടെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാക് സൈന്യത്തിന് നീക്കം വന്നത്. എന്നാൽ തിരിച്ചടി നേരിടുകയായിരുന്നു ഉണ്ടായതും. അഫ്ഗാനിസ്ഥാനുമായി തന്നെ അതിർത്തി പങ്കിടുന്ന പാക് പ്രവിശ്യയായ ഖൈബർ പത്വയ്ക്ക ടെഹ്രീകെ താലിബാൻ പാകിസ്ഥാന്റെ സാന്നിധ്യം വളരെ ശക്തമാണ്. 2022 നവംബറിൽ വെടിനിർത്തൽ പിൻവലിച്ചതോടുകൂടി തന്നെ പാക് സേനയ്ക്കും അവർ നേരെ ഇതുവരെയും തന്നെ ആക്രമണം നടത്തുന്നത് പതിവായി തന്നെ തുടരുകയാണ്. അതേപോലെ തന്നെ ടിടിപി ആക്രമണത്തിന് മറുപടിയായി തന്നെ പാകിസ്ഥാൻ ഒക്ടോബറിൽ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇതിന് താലിബാൻ കനത്ത തിരിച്ചടി നൽകിയതോടുകൂടി തന്നെ ഇരു വിഭാഗത്തും കനത്ത ആൾനാശമാണ് ഉണ്ടായത്. നിലവിൽ ഇരുപക്ഷങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ കൂടുതൽ പ്രഹരം ഏൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് താലിബാൻ. പാകിസ്ഥാന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഭീകര സംഘടനയായ പാകിസ്ഥാൻ താലിബാൻ ആകട്ടെ അല്ലെങ്കിൽ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന ടെഹ്രീകെ താലിബാൻ അടുത്ത വർഷം തന്നെ സ്വന്തമായി വ്യോമസേന രൂപീകരിക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്. ഇതിന്റെ തൽഫലമായി തന്നെയാകാം പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും താലിബാനെതിരെ തിരിയുന്നതെന്നതും മറ്റൊരു വസ്തുതയാണ്. അതേസമയം പാകിസ്ഥാൻ സർക്കാരിനെതിരെ ആക്രമണങ്ങൾ ശക്തമാകുന്നതിനിടയിൽ വ്യോമസേന രൂപീകരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ തന്നെ ചാവേർ ആക്രമണങ്ങളിലൂടെയും മറ്റും ടിടിപി ആകട്ടെ പാക് സർക്കാരിന് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെ ചൊല്ലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നിരവധി തവണ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. വ്യോമസേന രൂപീകരിക്കുന്നതോടുകൂടി തന്നെ പാക് സർക്കാരിന് കൂടുതൽ തലവേദനയായി മാറും. മാത്രമല്ല സലീം ഖാനി എന്ന ടിടിപി നേതാവായിരിക്കും വ്യോമസേനയുടെ ചുമതല വഹിക്കുന്നത്. സംഘടനയുടെ രണ്ടാമനെന്നാണ് ഇയാൾ അറിയപ്പെടുന്നതും. സംഘടനയുടെ സ്വാധീനത്തിനും പ്രവർത്തനങ്ങൾക്കും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും ഭരണഘടനാപരമായ നിയന്ത്രണത്തിനുമായി തന്നെ പടിഞ്ഞാറൻ മേഖല, മധ്യമേഖല എന്നിങ്ങനെ രണ്ട് മേഖലകളായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. സംഘടനയുടെ രാഷ്ട്രീയ കമ്മീഷന്റെ തലവനായി തന്നെ അവിടെ അസ്മത്തുള്ള മഹ്സൂദിനെയും നിയമിച്ചിരിക്കുകയാണ്. നേരത്തെ ഇത് മൗലവി ഫക്കീർ അലി ആയിരുന്നു. ഇതോടൊപ്പം തന്നെ സദേൺ മിലിറ്ററി സോണിനെ തലവനായി തന്നെ ഇക്സാനുള്ള എന്ന വ്യക്തിയെയും ഇപ്പോൾ സെൻട്രൽ മിലിറ്ററി സോണിന്റെ ഡെപ്യൂട്ടി ഹെഡ് ആയി ഹിലാൽ എന്ന മറ്റൊരു വ്യക്തിയെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നതും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ പാക് പ്രവിശ്യയിൽ നടക്കുന്നതായി തന്നെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.